അതവിടെ പുനഃസ്ഥാപിക്കും. ഉമ്മൻചാണ്ടിൻ്റെ ഒരു പലകം ആരോ അവിടെ എടുത്തു മാറ്റിയത് അതവിടെ പുനഃസ്ഥാപിക്കും. ഒരു 10 ദിവസം കൊണ്ട് അത് പുനഃസ്ഥാപിക്കും. വയനാട് ടൗൺഷിപ്പിന്റെ അടുത്ത് മണ്ണ് കൂടി കിടക്കുന്നുണ്ട്, അത് മാറ്റാനായിട്ടുള്ള ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ. അവിടെ റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി അവിടെ ഉണ്ട്. ഞാൻ വൈകുന്നേരം 7 മണി 8 മണിയാകുമ്പോൾ അവിടെ എത്തും. ഞാനൊന്ന് അവിടെ എത്തിയിട്ട് ഇന്നും നാളെ അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിശകലനം ചെയ്യും. നാളെ കമ്പനി വീഴ്ച കണ്ടെത്തി കഴിഞ്ഞാൽ നാളെ തന്നെ നടപടി. അങ്ങനെയല്ല, ഒരു വിഷയം നമുക്കത് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു പദ്ധതി നടക്കും വേണല്ലോ നമുക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ക്യാബിനറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. നടപടിയല്ല, വിദഗ്ധ സമിതി പരിശോധിച്ച് എവിടെയാണ് വീഴ്ച ഉണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാവും. അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള നടപടി ഉണ്ടാവും. വളരെ ഭംഗി കേന്ദ്ര ഗഡ്കരി അവരെ കണ്ടു. ഇതിൽ നമ്മുടെ ഓൺഗോയിങ് പ്രൊജക്റ്റുകൾ, അതുപോലെ പുതിയ ബൈപ്പാസുകൾ, ഇപ്പോൾ കോതമംഗല മൂവാറ്റുപുഴ ബൈപ്പാസ് അതിൻ്റെ അലൈൻമെൻറ്റിന് അംഗീകാരം നൽകി. ബൈലക്കുപ്പ പാലം കർണാടകയായിട്ടും കേരളമായിട്ടും മതിക്കുക വയനാട്ടിലെ അതിന് CRIF-ൽ അതിൻ്റെ കോസ്റ്റ് 40-45 കോടി രൂപയുള്ളൂ. അപ്പോൾ അതിന് നിർമ്മാണത്തിന് അവരുടെ ഇല്ലെങ്കിലും നമുക്കതിന് പണം അനുവദിക്കാമെന്ന് പറഞ്ഞു, ഉറപ്പ് വന്നു. അതിൽ പ്രൊപ്പോസൽ അയക്കാൻ പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് അതിന് സാങ്ഷൻ തരാമെന്ന് പറഞ്ഞു. കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തീകരിച്ച് കഴിയുന്നത് 3 മാസം കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടി ഉണ്ടാകും. 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണത്. അതുപോലെ തന്നെ രാമനാട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് എലിവേറ്റർ ഇത് അല്ല പറഞ്ഞത് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് അതിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. അതും ഈ പദ്ധതിയിലുണ്ടാവും. പിന്നെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് 2000 കോടി രൂപ ലാൻഡ് എടുക്കുന്നതിന് വേണ്ടി NHAI പണം ചെലവഴിച്ചതാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അതിന് ചെറിയ സാങ്കേതികതൊക്കെ പറഞ്ഞു. അതിന് ചർച്ചയിൽ തീരുമാനമായി. നമ്മളതിന് മന്ത്രിനെ കണ്ടതിന് ശേഷം സെക്രട്ടറിയെ കണ്ടു, മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ടു. അപ്പോൾ അവർ ഏറ്റവും വേഗത്തിൽ ഒരു 3 മാസം അല്ലെങ്കിൽ മാക്സിമം 4 മാസം കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് കോഴിക്കോട് അത് ഗ്രീൻഫീൽഡ് ഹൈവേ ആണ്. പാലക്കാട് കോഴിക്കോട് നിലവിൽ NH ഉണ്ട്. അത് വളരെ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഒരു 3 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. അപ്പം അതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് ഞാനെന്ന് തന്നെ ഇന്ത്യയൊക്കെ മണ്ഡലത്തിൽ കൂടെ ഞങ്ങളുടെ ജില്ലയിലെ കൂടിയാണ് അത് കടന്നു പോകുന്നത്. അവിടെയൊക്കെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ പൂർണ്ണമായി സഹകരിച്ചാണ്. അപ്പോൾ 2000 കോടി രൂപ ലാൻഡ് എടുക്കാൻ വേണ്ടി കേന്ദ്രം ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയില്ല 2 കൊല്ലമായിട്ട്. അപ്പം അത് എത്രയും വേഗം